ഒരു കർഷകനുണ്ടായിരുന്നു. മരിച്ച ഭാര്യയെ അയാൾക്ക് അത്രയധികം ഇഷ്ടമായിരുന്നു. അതിനാൽ അവളുടെ ഓർമ്മയ്ക്കായി മൃതദേഹാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് അയാൾ അവളുടെ രൂപത്തിൽ ഒരു കോലമുണ്ടാക്കി. ഏതാനും ദിവസങ്ങൾക്കുശേഷം കോലം ശ്വാസമെടുക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. കർഷകൻ ഭയന്നുവിറച്ച് കയ്യിലുണ്ടായിരുന്ന വെള്ളം താഴെ വീണു. പക്ഷേ അപ്പോൾ തന്നെ കോലം താഴെ വീണ പാത്രം എടുത്ത് കർഷകൻ കൊടുത്തു. തുടക്കത്തിൽ ഭാര്യയുടെ ആത്മാവ് കോലത്തിൽ പ്രവേശിച്ചതായി കർഷകൻ കരുതി. ഭാര്യയെ സന്തോഷിപ്പിക്കാൻ അയാൾ കോലത്തെ വയലിന്റെ നടുവിൽ വെച്ചു. അങ്ങനെ അയാൾക്ക് എപ്പോഴും അതിനെ കാണാൻ കഴിയുമല്ലോ. പതിയെ പതിയെ കർഷകന്റെ ദുഃഖം കുറയാൻ തുടങ്ങി. വീണ്ടും സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു. പക്ഷേ ഒരു ദിവസം കോലം വയലിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതേസമയം അടുത്തുള്ള സ്ഥലത്തുനിന്ന് ഒരു നിലവിളി കേട്ടു. കർഷകൻ ഓടിച്ചെന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വയലിൽ വന്നതും കോലം അവളെ ശത്രുവായി കരുതി ക്രൂരമായി കൊന്നതും കണ്ടു. അപ്പോഴാണ് ഇത് തന്റെ ഭാര്യയുടെ ആത്മാവല്ല, മറിച്ച് ഒരു അപകടകാരിയായ രാക്ഷസനാണെന്ന് കർഷകൻ മനസ്സിലായത്. ഈ തിന്മയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ അയാൾ തീരുമാനിച്ചു. കർഷകൻ തന്റെ വടികൊണ്ട് കോലത്തെ ശക്തിയായി അടിച്ചു. അത് വേദനയോടെ നിലവിളിച്ചു ചത്തു. പക്ഷേ ഈ സംഭവത്തിനുശേഷം കർഷകൻ വലിയ ദുഃഖത്തിലായി. താൻ ഉണ്ടാക്കിയ ഒരു വസ്തു കാരണം ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടെന്ന് അയാൾക്ക് തോന്നി. തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ അയാൾ സ്വയം തോക്കുകൊണ്ട് വെടിവെച്ച് മരിച്ചു. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ചെറിയ കുട്ടി അബദ്ധത്തിൽ ആ സ്ഥലത്ത് എത്തി. അവിടെ ആളുകൾ വീണ്ടും കോലത്തെ തൂക്കിയിട്ടിരുന്നു. കാക്കകൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിക്ക് അപകടം മണത്തു. പക്ഷേ പിന്തുടരുന്ന ആളുകൾ അവന്റെ പിന്നിലുണ്ടായിരുന്നു. അതിനാൽ കർഷകൻ ഉപേക്ഷിച്ചുപോയ ഒന്നുവടി എടുത്ത് അവൻ ഒരു ആയുധമായി ഉപയോഗിച്ചു. ഈ പ്രവൃത്തി കാരണം കോലം വീണ്ടും ഉണരുമെന്ന് അവനറിഞ്ഞില്ല. കുട്ടി ഭയന്ന് ഓടി ഒരു പഴയ വീട്ടിൽ ഒളിച്ചു. പക്ഷേ വാതിലിന് താഴെ കൂടി വിചിത്രമായ വള്ളികൾ അകത്തേക്ക് വരാൻ തുടങ്ങി. ഭയന്ന് അവൻ മുകളിലേക്ക് ഓടി. പക്ഷേ കാൽ തന്നെ നിലവറയിലേക്ക് വീണു. അവിടെ കോലം പതുക്കെ പതുക്കെ പടികൾ ഇറങ്ങി വരുന്നതായി അവൻ കണ്ടു. നിലവറയിൽ തലയില്ലാത്ത കർഷകന്റെ മൃതദേഹവും ഒരു കടലാസും അവൻ ലഭിച്ചു. കോലം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയുടെ മരണം സംഭവിച്ചതെന്ന് അതിൽ എഴുതിയിരുന്നു. ഇത് വായിച്ചു കുട്ടിയുടെ രോമം എഴുന്നേറ്റ് നിന്നു. അപ്പോൾ തന്നെ കോലം നിലവറയുടെ വാതിൽ തകർത്ത് അകത്തേക്ക് വന്നു. കുട്ടി തോക്കെടുത്തു. പക്ഷേ അതിൽ വെടിയുണ്ടകളുണ്ടായിരുന്നില്ല. അപ്പോൾ കോലത്തിന്റെ വള്ളികൾ അവന്റെ നേർക്ക് നീങ്ങാൻ തുടങ്ങി. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് ഒരു വള്ളി അവന്റെ കണങ്കാലിൽ ചുറ്റിവരിഞ്ഞു. കോലം അവനെ കൊല്ലാൻ പോവുകയായിരുന്നപ്പോൾ കുട്ടിക്ക് നിലത്ത് ഒരു വടിയുടെ ക്ഷണം ലഭിച്ചു. അവൻ പെട്ടെന്ന് അത് മുന്നോട്ട് നീക്കി. അതേ നിമിഷം തന്നെ എന്തോ വിചിത്രമായ ഒന്ന് സംഭവിച്ചു.